നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഹിന്ദി സാഹിത്യ का काल विभाजन और नामकरण. हिंदी साहित्य का काल विभाजन, सीमा निर्धारण और नामकरण को लेकर विद्वानों में काफी मतभेद रहे हैं. विद्वानों ने काव्य प्रवृत्तियों, सामाजिक सांस्कृतिक परिगणना व शासन काल के आधार पर साहित्य का भिन्न भिन्न नामकरण और काल विभाजन किया है. ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭജനവും അതിൻ്റെ സമയപരിധി നിർണയം, അതുപോലെ നാമകരണം ഇവയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാഹിത്യത്തിലെ വിവിധ കാവ്യപ്രവൃത്തികൾ, സാമൂഹിക സാംസ്കാരിക സംഭവങ്ങൾ, ഭരണഘട്ടങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ സാഹിത്യത്തെ വ്യത്യസ്തമായ രീതിയിൽ കാലഘട്ടങ്ങളായി തിരിക്കുകയും അവയ്ക്ക് പേരിടുകയും ചെയ്തത്. हिंदी साहित्य के इतिहास के क्षेत्र में पहला प्रयास गासादासी एवं शिव सिंह सिंगर ने किया था, लेकिन इन दोनों ने काल विभाजन की ओर कोई ध्यान नहीं दिया. हिंदी साहित्य के काल विभाजन में सर्वप्रथम प्रयास जॉर्ज ग्रसन ने किया. उन्होंने अपनी पुस्तक द मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान में हिंदी साहित्य के संपूर्ण काल को 12 भागों या अध्यायों में विभाजित किया और कुछ की कालावधि भी दी है. उनके द्वारा किया गया काल विभाजन इस प्रकार है. चारण काल, 15वीं शताब्दी का धार्मिक पुनर्जागरण, मालिक मोहम्मद जैसी का प्रेम काव्य, व्रज का कृष्ण काव्य, मुगल दरबार का रीति काव्य, तुलसीदास रीति काव्य, तुलसीदास के अन्य परवर्ती कवि, 18वीं शताब्दी, कंपनी के शासन में हिंदुस्तान, महारानी विक्टोरिया के शासन में हिंदुस्तान, विविध अज्ञात कवि. ഹിന്ദി സാഹിത്യത്തിലെ ചരിത്രരചനയിലേക്ക് ആദ്യമായി കടന്നു വന്നത് ഗാസാദാസിയും അതുപോലെ തന്നെ ശിവസിംഹ സിംഗറുമായിരുന്നു. ഇവർ രണ്ടുപേരും സാഹിത്യത്തിൻ്റെ കാലവിഭജനം സംബന്ധിച്ച് പ്രത്യേക ശ്രദ്ധ നൽകിയില്ല. പക്ഷേ ഹിന്ദി സാഹിത്യത്തിൽ ആദ്യമായി കാലവിഭജനം നടത്തിയത് ജോർജ് അബ്രഹാം ഗ്രേസൺ ആയിരുന്നു. उन्होंने अपनी पुस्तक द मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान में हिंदी साहित्य के संपूर्ण काल को 12 भागों में विभाजित किया और कुछ की कालावधि भी दी है. ജോർജ് ഗ്രേസൺ തൻ്റെ പുസ്തകമായ ദ മോഡേൺ വെർനാക്കുലാർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ ഇതിൽ ഹിന്ദി സാഹിത്യത്തെ 12 ഭാഗങ്ങളായി വിഭജിക്കുകയും ചില ഭാഗങ്ങൾക്ക് കാലപരിധി നിർണയിക്കുകയും ചെയ്തു. ഉൻകെ ദ്വാര കിയാ ഗയാ കാലവിഭാജൻ ഇസ് പ്രകാർ ഹെ. അദ്ദേഹം ഇപ്രകാരത്തിലാണ് കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. ആദ്യത്തേത് ചാരൻകാൽ. ഈ ചാരൻകാലിൻ്റെ സമയപരിധി കൊടുത്തിരിക്കുന്നത് 700 മുതൽ 1300 വരെയാണ്. രണ്ടാമത്തേത് 15वीं शताब्दी का धार्मिक पुनर्जागरण. മൂന്നാമത്തേത് മാലിക് മുഹമ്മദ് ജൈസി ക പ്രേം കാവ്യ. നാലാമത്തേത് വ്രജ് കാ കൃഷ്ണ കാവ്യ. ഈ വ്രജ് കാ കൃഷ്ണ കാവ്യ എന്ന ഭാഗത്തിന് അദ്ദേഹം സമയപരിധി കൊടുത്തിട്ടുണ്ട്. 1500 മുതൽ 1600 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മുഗൾ ദർബാർ കാ രീതി കാവ്യ. ഈ അധ്യായത്തിനും അദ്ദേഹം സമയപരിധി നിർണയിച്ചിട്ടുണ്ട്. അടുത്തത് തുളസീദാസ്. നെക്സ്റ്റ് രീതി കാവ്യ. എട്ടാമത്തെ ഭാഗം തുളസീദാസ് കെ അന്യ പർവർത്തി കവി. ഈ ഭാഗത്തിന് അദ്ദേഹം സമയപരിധി നിർണയിച്ചിട്ടുണ്ട്. 1600 മുതൽ 1700 വരെയാണ് കൊടുത്തിരിക്കുന്നത്. 9ാമത്തേത് 18वीं ശതാബ്ദി. ഇതിനും അദ്ദേഹം സമയപരിധി കൊടുത്തിട്ടുണ്ട്. 1700 മുതൽ 1800 വരെ. 10ാമത്തെ ഭാഗം കമ്പനി കെ ശാസൻ മേ ഹിന്ദുസ്ഥാൻ. 11ാമത്തേത് മഹാറാണി വിക്ടോറിയ കെ ശാസൻ മേ ഹിന്ദുസ്ഥാൻ.
ഈ ഭാഗത്തിനും അദ്ദേഹം സമയപരിധി നിർണയിച്ചിട്ടുണ്ട്. 1857 മുതൽ 1887 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 12ാമത്തെ ഭാഗം, വിവിധ് അജ്ഞാത് കവി. ഇതിന് സമയപരിധി കൊടുത്തിട്ടില്ല. उपर्युक्त विवरण से पता चलता है कि यह काल विभाजन न होकर साहित्य इतिहास के भिन्न भिन्न अध्यायों का नामकरण है. इसमें कालक्रम की निरंतरता का भी अभाव है. इससे साहित्य की कतिपय सीमित प्रवृत्तियों का ज्ञान तो हो जाता है. ഈ പറഞ്ഞ ഈ വിവരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതെ, ഇതൊരു കാലവിഭജനമല്ല, മറിച്ച് സാഹിത്യ ചരിത്രത്തിലെ വ്യത്യസ്ത അധ്യായങ്ങൾക്ക് നൽകിയ നാമകരണം മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? ഇതിൽ കാലക്രമത്തിൻ്റെ തുടർച്ചയുടെ അഭാവങ്ങൾ നമുക്ക് കാണാം. ഇതിലൂടെ നമുക്ക് സാഹിത്യത്തിലെ ചില പ്രവൃത്തികളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും. എന്നാൽ ചരിത്രബോധത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ധാരണ നമുക്ക് ഇതിൽ നിന്ന് സാധ്യമല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ പറയാം. जॉर्ज ग्रसन ने सर्वप्रथम हिंदी साहित्य के आरंभिक काल को चारण काल से अभिहित किया. ജോർജ് ഗ്രസൻ ഹിന്ദി സാഹിത്യത്തിലെ ആരംഭകാലിനെ ചാരൻ കാൽ എന്ന പേര് നൽകി. അടുത്ത പോയിന്റ്, ജോർജ് ग्रसन ने प्रथम अध्याय चारण काल के अंतर्गत 9 कवियों का उल्लेख किया है. ജോർജ് ഗ്രസൻ ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ഗ്രന്ഥത്തെ 12 ഭാഗങ്ങളായി തരംതിരിക്കുകയും ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭിക്കാലിന് ചാരൻകാൽ എന്ന പേര് നൽകുകയും ഈ ചാരൻകാലിനകത്ത് 9 കവിമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആ കവിമാരാരൊക്കെയാണെന്ന് താഴെ പറയുന്നു, നോക്ക്. പുഷ്പ്, ഖുമാൻ, കേദാർ, കുമാർപാൽ, അനന്യദാസ്, ചന്ദ്, ജഗനിക്, ജ്യോതിരാജ്, ശാരംഗധർ. ഇവരാണ് ഈ ചാരൻകാലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ 9 കവിമാര്. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, ഇസ് ഗ്രന്ഥ में 14वीं शताब्दी का उल्लेख नहीं मिलता है. ഈ ഗ്രന്ഥത്തിനകത്ത് 14ാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. നമ്മുടെ ജോർജ് ഗ്രസൻ 13ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നേരെ ചാടി 15ലേക്ക് പോയിരിക്കുകയാണ്. 14ാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള യാതൊരു സൂചനയും കൊടുത്തിട്ടില്ല. അടുത്ത പോയിന്റ്, ഈ ഒരു പോയിന്റ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ആചാര്യ രാമചന്ദ്ര ശുക്ലിനെ ഇസ് ഗ്രന്ഥ കോ ബെഠാവൃത്ത് സംഗ്രഹ കഹാ ഹെ. ആചാര്യ രാമചന്ദ്ര ശുക്ല ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ഗ്രന്ഥത്തെ ബെഠാവൃത്ത് സംഗ്രഹ് എന്നാണ് പറഞ്ഞത്. വൃത്ത് സംഗ്രഹം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്, അതേതാണെന്ന് അറിയാമോ? ഗാസാദ ദാസിയുടെ ഇസ്തവാ ദ ലോ ലിറ്ററേച്ചർ ഇന്ത്യ എ ഹിന്ദുസ്ഥാനി. ഈ ഗ്രന്ഥത്തെ രാമചന്ദ്ര ശുക്ലജി വൃത്ത് സംഗ്രഹ് എന്നും മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാനെ ബെഠാവൃത്ത സംഗ്രഹ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങളത് ഓർത്ത് വെക്കുക. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇസ് ഗ്രന്ഥ में प्रथम बार ഭക്തികാൽ को ഹിന്ദി का स्वर्ण युग कहा गया है. ഈ ഗ്രന്ഥത്തിൽ ആദ്യമായി ഭക്തികാലിനെ ഹിന്ദിയുടെ സ്വർണ്ണയുഗം എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത പോയിന്റ്, ഇസ് ഗ്രന്ഥ में प्रथम बार रीति काव्य शीर्षक का उल्लेख मिलता है. रीति കാവ്യം എന്ന ശീർഷകം ആദ്യമായി ഉപയോഗിച്ചത് ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ഗ്രന്ഥത്തിലാണ്. ഇത്രയും പോയിന്റുകളാണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്. നമുക്കിനി മിശ്രബിന്ദുവിൻ്റെ കാലവിഭാജനം നോക്കാം. मिश्रबिंदुओं का काल विभाजन. मिश्रबिंदुओं ने मिश्रबिंदु विनोद में काल विभाजन का नूतन प्रयास किया है, जो ग्रसन के प्रयास से प्रौढ़ एवं अधिक वैज्ञानिक है. इस ग्रंथ में उन्होंने काल विभाजन करते हुए हिंदी साहित्य के इतिहास को 5 भागों में विभक्त किया है. उनका काल विभाजन इस प्रकार है. पहला,
आरंभिक काल, दूसरा माध्यमिक काल, तीसरा अलंकृत काल, चौथा परिवर्तन काल, पांचवा വർത്തമാൻ കാൽ. മിശ്രബന്ധു സഹോദരന്മാർ മിശ്രബന്ധു വിനോദ് എന്ന ഗ്രന്ഥത്തിൽ കാലവിഭജനത്തിന് ഒരു പുതിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് ജോർജ് ഗ്രേഴ്സൺ നടത്തിയ കാലവിഭജനത്തേക്കാൾ വളരെ ശ്രദ്ധേയവും ശാസ്ത്രീയവുമാണ്. ഈ ഗ്രന്ഥത്തിൽ അവർ ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രത്തെ 5 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവരുടെ കാലവിഭാജനം ഇപ്രകാരമാണ്. ഒന്നാമത്തേത് ആരംഭിക് കാൽ, രണ്ടാമത്തേത് മാധ്യമിക് കാൽ, മൂന്നാമത്തേത് അലങ്കൃത കാൽ, നാലാമത്തേത് പരിവർത്തൻ കാൽ, അഞ്ചാമത്തേത് വർത്തമാൻ കാൽ. മിശ്രബന്ധു സഹോദരന്മാർ ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തെ 5 ഭാഗങ്ങളായി തരംതിരിച്ചു. ഇതിൽ ആദ്യത്തേത് ആരംഭിക് കാൽ. ഈ ആരംഭിക് കാലിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. പൂർവാരംഭിക് കാൽ എന്നും ഉത്തരാരംഭിക് കാൽ എന്നും. അതുപോലെ രണ്ടാമത്തേത് മാധ്യമിക് കാൽ. ഈ മാധ്യമിക് കാലിനെയും 2ആയി തരംതിരിച്ചിരിക്കുന്നു. പൂർവ്വ മാധ്യമിക് കാൽ എന്നും പ്രൗഢ മാധ്യമിക് കാൽ എന്നും. മൂന്നാമത്തേത് അലങ്കൃത് കാൽ. ഈ അലങ്കൃത കാലിനെയും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. പൂർവാലങ്കൃത കാലെന്നും ഉത്തരാലങ്കൃത കാലെന്നും. നാലാമത്തേത് പരിവർത്തൻ കാല്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പരിവർത്തൻ കാല്. നാലാമത്തെ കാലേതാണ് അത് പരിവർത്തൻ കാല്. അഞ്ചാമത്തേത് വർത്തമാൻ കാല്. ഇപ്രകാരമാണ് മിശ്രബന്ധു സഹോദരന്മാർ കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മിശ്രബന്ധുക്കള് രീതികാലിനെ അലങ്കൃത കാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രീതികാലിന് അലങ്കൃത കാൽ എന്ന നാമം നൽകിയത് ആരാണ്? മിശ്രബന്ധു സഹോദരങ്ങളാണ്. നമുക്കിനി ആചാര്യ രാമചന്ദ്ര ശുക്ലജിയുടെ കാലവിഭാജനം നോക്കാം. आचार्य रामचंद्र शुक्ल का काल विभाजन. आचार्य रामचंद्र शुक्ल ने अपने पुस्तक हिंदी साहित्य का इतिहास में हिंदी साहित्य का काल विभाजन 2 आधारों पर किया है. पहला कालक्रम के आधार पर, दूसरा साहित्यिक प्रवृत्तियों की प्रधानता के आधार पर. കാലക്രമത്തെയും അതുപോലെ സാഹിത്യ പ്രവൃത്തികളുടെ പ്രാധാന്യം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ കാലവിഭാജനങ്ങൾ നമുക്കൊന്ന് നോക്കാം. കാലക്രമത്തിനനുസരിച്ച് അദ്ദേഹം ഹിന്ദി സാഹിത്യത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ആദികാൽ, പൂർവ്വമധ്യകാൽ, ആധുനിക് കാൽ, ഉത്തരമധ്യകാൽ. അതുപോലെ തന്നെ കാലക്രമത്തിന് അനുസരിച്ച് അദ്ദേഹം തരംതിരിച്ച ഓരോ കാലത്തിനും അദ്ദേഹം പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ആദ്യകാലിന് വീരഗാഥാകാലെന്നും പൂർവ്വമധ്യകാലിന് ഭക്തികാൽ എന്നും ഉത്തരമധ്യകാലിന് രീതികാൽ എന്നും ആധുനിക് കാലിന് ഗദ്യകാൽ എന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ ആദികാൽ ഇതിൻ്റെ സമയപരിധി 1050 മുതൽ 1375 വരെയാണ്. പൂർവ്വമധ്യകാൽ അതായത് ഭക്തികാൽ ഇതിൻ്റെ സമയം 1375 മുതൽ 1700 വരെയാണ്. അടുത്തത് ഉത്തരമധ്യകാൽ. ഉത്തരമധ്യകാലിന് അദ്ദേഹം രീതികാൽ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സമയപരിധി 1700 ईस्वी से 1900 ईस्वी तक. അടുത്തത് ആധുനിക് കാൽ. ആധുനിക് കാലിന് അദ്ദേഹം ഗദ്യകാൽ എന്ന പേര് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സമയപരിധി 1900 ईस्वी से अब तक. ഇപ്രകാരമാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. അടുത്തത് ഡോക്ടർ രാംകുമാർ വർമ്മ का कालविभाजन. डॉक्टर रामकुमार वर्मा ने अपने ग्रंथ हिंदी साहित्य का आलोचनात्मक इतिहास में हिंदी साहित्य का काल विभाजन इस प्रकार किया है. संधिकाल, चारणकाल, भक्तिकाल, രീതികാൽ, ആധുനിക് കാൽ. ശ്രദ്ധിക്കാം. ഡോക്ടർ രാംകുമാർ വർമ്മ തൻ്റെ ഗ്രന്ഥമായ ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക ഇതിഹാസ് എന്ന ഗ്രന്ഥത്തിൽ കാലവിഭാജനം ഇപ്രകാരം നടത്തിയിരിക്കുന്നു. ഒന്നാമത്തേത് സന്ധികാൽ, രണ്ടാമത്തേത് ചാരൺകാൽ, മൂന്നാമത്തേത് ഭക്തികാൽ, നാലാമത്തേത് രീതികാൽ, അഞ്ചാമത്തേത് ആധുനിക് കാൽ.
ഡോക്ടർ രാംകുമാർ വർമ്മ ഹിന്ദി സാഹിത്യ ചരിത്രത്തെ 5 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? സന്ധികാൽ, ചാരൺകാൽ, ഭക്തികാൽ, രീതികാൽ और आधुनिक काल. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, इस ग्रंथ में काल विभाजन करते हुए डॉक्टर रामकुमार वर्मा ने हिंदी साहित्य के प्रथम कालखंड को संधिकाल कहा है. ഈ ഗ്രന്ഥത്തിൽ കാലവിഭാജനം നടത്തിക്കൊണ്ട് ഡോക്ടർ രാംകുമാർ വർമ്മ ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് സന്ധികാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭിക്കാലിനെ സന്ധികാൽ എന്ന പേര് നൽകി. ഇതാരാ നൽകിയിരിക്കുന്നത്? അതെ, ഡോക്ടർ രാംകുമാർ വർമ്മയാണ്. ഇപ്രകാരമാണ് ഡോക്ടർ രാംകുമാർ വർമ്മ കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. അടുത്തത് ആചാര്യ ഹസാരി प्रसाद द्विवेदी का काल विभाजन. आचार्य हजारी प्रसाद द्विवेदी के ग्रंथ हिंदी साहित्य उद्भव और विकास में हिंदी साहित्य का काल विभाजन इस प्रकार किया है. आदिकाल, पूर्व मध्यकाल, उत्तर मध्यकाल, आधुनिक काल. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ഹിന്ദി സാഹിത്യ ചരിത്രത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ആദികാൽ, രണ്ടാമത്തേത് പൂർവമധ്യകാൽ, മൂന്നാമത്തേത് ഉത്തരമധ്യകാൽ, നാലാമത്തേത് ആധുനിക് കാൽ. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ഇപ്രകാരമാണ് കാലഘട്ട വിഭജനം നടത്തിയിരിക്കുന്നത്. അടുത്തത് ഡോക്ടർ നാഗേന്ദ്ര का കാലവിഭാജൻ. ഡോക്ടർ നാഗേന്ദ്ര ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ എന്നീ പേരുകളിലാണ് കാലഘട്ട വിഭജനം നടത്തിയിരിക്കുന്നത്. അടുത്തത് ഡോക്ടർ ഗണപതി ഗുപ്ത का കാലവിഭാജൻ. डॉक्टर गणपति गुप्त ने अपने ग्रंथ हिंदी साहित्य का वैज्ञानिक इतिहास में हिंदी साहित्य का सूक्ष्म एवं गहन अध्ययन कर नवीन तथा वैज्ञानिक ढंग से हिंदी साहित्य का काल विभाजन किया है. प्रारंभिक काल, पूर्व मध्यकाल, उत्तर मध्यकाल, आधुनिक काल. ഡോക്ടർ ഗണപതി ഗുപ്ത തൻ്റെ ഹിന്ദി സാഹിത്യ കാ വൈജ്ഞാനിക ഇതിഹാസ് എന്ന പുസ്തകത്തിൽ ഹിന്ദി സാഹിത്യത്തെക്കുറിച്ച് വിശദവും അതുപോലെ ആഴത്തിലുള്ളതുമായ ഒരു പഠനം നടത്തുകയും തുടർന്ന് ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലഘട്ടത്തെ പുതിയതും അതുപോലെ ശാസ്ത്രീയവുമായ രീതിയിൽ വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ കാലഘട്ട വിഭജനം ഇപ്രകാരമാണ്: പ്രാരംഭിക്കാൽ, പൂർവമധ്യകാൽ, ഉത്തരമധ്യകാൽ, ആധുനിക് കാൽ. ഇപ്രകാരമാണ് ഡോക്ടർ ഗണപതി ഗുപ്ത കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. അടുത്തത് ഡോക്ടർ ബച്ചൻ സിംഹ് का കാലവിഭാജൻ. ആദ്യത്തേത് അപഭ്രംശകാൽ, രണ്ടാമത്തേത് ഭക്തികാൽ, മൂന്നാമത്തേത് രീതികാൽ, നാലാമത്തേത് ആധുനിക് കാൽ. ഇപ്രകാരമാണ് ബച്ചൻ സിംഹ് കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. ഹിന്ദി സാഹിത്യ ചരിത്രത്തെ ഇപ്രകാരമാണ് പണ്ഡിതന്മാർ കാലവിഭാജനം നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാലവിഭാജനമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമുക്ക് ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.